ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ലെബനിലെ 100,000 ലിവേഴ്സ് എന്നറിയപ്പെടുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ ആയിട്ടുള്ള കറൻസിയുടെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ്. ഏകദേശം 1300 രൂപയൊക്കെ വരുന്ന ഒരു നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു ലെവലിലെ ആ ഒരു നോട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന ലെവലിലെ 100,000 ലിവേഴ്സ് എന്നറിയപ്പെടുന്ന പോളിമർ ഇഷ്യൂ 3D പോളിമർ ഇഷ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. കറൻസി അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന ഏകദേശം 1300 രൂപയ്ക്ക് ഈ ഒരു നോട്ടിന് UNC കണ്ടീഷൻ നോട്ടിന് വില വരുന്നുണ്ട്. നല്ലൊരു റെയർ ആയിട്ടുള്ള നോട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന ഈ ഒരു നോട്ട് ലെവലിലെ 100,000 ലിവേഴ്സ് എന്നറിയപ്പെടുന്ന കൊമമോറേറ്റീവ് ഇഷ്യൂ നോട്ടാണ്. പോളിമർ ഇഷ്യൂ നോട്ടാണ്. ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്ന 147x82 mm ആണ്. ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റെക്ടാങ്കുലർ ഷേപ്പാണ്. ഈ ഒരു നോട്ട് ലെബനൻ പുറത്തിറക്കിയിരിക്കുന്ന 2020 ആ ഒരു വർഷത്തിലാണ്. ലെബനൻ എന്ന വലിയ സംസ്ഥാനം സ്ഥാപിച്ചിട്ട് 100 വർഷമായപ്പോഴാണ് ഈ ഒരു നോട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വില തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. മുൻവശം പുറകുവശം എന്ന ഡീറ്റെയിൽസ്. ഈ ഒരു നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നോട്ടിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ലെബനൻ പാർലമെൻറ്റിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അറബിക് ലെറ്ററിലാണ് ഡീറ്റെയിൽസും സിഗ്നേച്ചറും കാര്യങ്ങളും ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നോട്ടിൻ്റെ പുറകുവശം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ബാങ്ക് ഓഫ് ലെബനൻ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. 100,000 എന്നുള്ളത് അക്കങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ നോട്ടിൻ്റെ അക്കത്തിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലെബനൻ സംസ്ഥാനത്തിൻ്റെ ആ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിന് മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെബനൻ എന്ന വലിയ സംസ്ഥാനം സ്ഥാപിച്ചിട്ട് 100 വർഷമായപ്പോഴാണ് ഈ ഒരു നോട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ട് കൊമമോറേറ്റീവ് ഇഷ്യൂ നോട്ടാണ്. നല്ലൊരു കണ്ടീഷൻ നോട്ടിന് UNC കണ്ടീഷൻ നോട്ടിന് ഇപ്പോൾ ഏകദേശം ഒരു 1300 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ട് ഞാൻ ഗ്രേഡ് ചെയ്ത നോട്ടാണ്. PMCs ആണ് ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. PMCs ആണ്. 65 ഗ്രേഡാണ് വരുന്നത്. ജെം UNC കണ്ടീഷനാണ്. നമുക്ക് അപ്പോൾ ഇതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഗ്രേഡ് ചെയ്ത നോട്ടാണ്. നല്ലൊരു ഗ്രേഡ് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു UNC കണ്ടീഷൻ, അതായത് ജെം UNC കണ്ടീഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും. അപ്പോൾ ഇതുപോലുള്ള UNC കണ്ടീഷൻ നോട്ടിന് നമുക്ക് ഏകദേശം ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നോട്ടും UNC കണ്ടീഷൻ നോട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള UNC കണ്ടീഷൻ നോട്ടിന് നമുക്ക് ഏകദേശം ഇപ്പോൾ മാർക്കറ്റിൽ ഒരു 750 രൂപ, കുറച്ച് മാർക്കറ്റിൽ ഇപ്പോൾ വില കുറവാണ്. പക്ഷേ 750 മുതൽ 1300 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ ആയിട്ടുള്ള കറൻസിയാണ് ലെബനനിലെ ഈ ഒരു പോളിമർ ഇഷ്യൂ കറൻസി. ഈ ഒരു കറൻസി ഗ്രേഡ് ചെയ്ത കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസി ഗ്രേഡ് ചെയ്തുകൊണ്ട് ഈ ഒരു കറൻസിക്ക് അത്യാവശ്യം മറ്റു നോട്ടുകളെക്കാളും കുറച്ചുകൂടെ വാല്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാലും മാർക്കറ്റിൽ നിന്ന് നമുക്കിപ്പോൾ കുറച്ച് ഡള്ളായിട്ടുള്ള പ്രൈസാണ്. പക്ഷേ ഫ്യൂച്ചറിൽ ഈ ഒരു നോട്ടിന് അത്യാവശ്യം നല്ലൊരു പ്രൈസിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഏകദേശം 3 കറൻസി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗ്രേഡഡ് കറൻസിയും പിന്നെ വന്നിട്ട് 2 അല്ലാതെ കോമൺ ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കറൻസിയാണ്. അങ്ങനെ 3 കറൻസിയാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലെബനിലെ ഈ ഒരു കറൻസി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക. 1-2 കറൻസി മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം കുറഞ്ഞ പ്രൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു നോട്ട് മേടിക്കുമ്പോൾ നല്ലൊരു കണ്ടീഷൻ നോട്ട് മാത്രം മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു നോട്ടെല്ലാം ഈ ഒരു നോട്ട് നല്ലൊരു UNC കണ്ടീഷൻ നോട്ടാണ്. 2 നോട്ടും UNC കണ്ടീഷൻ നോട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള UNC കണ്ടീഷൻ നോട്ട് മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.